ഹായ് ഫ്രണ്ട്സ്, ആന്ധ്ര സ്പെഷ്യൽ കാക്കരക്കായ ഉള്ളിക്കാരം എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടാലോ. അതിന് പാവയ്ക്ക ഇതേ വലിപ്പത്തിൽ നമുക്കൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലെ കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് മല്ലി, ഉഴുന്ന്, കടലപ്പരിപ്പ്, ജീരകം ഇവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്ത ശേഷം നമുക്കത് കടായിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് അതേ കടായിൽ തന്നെ വെളുത്തുള്ളിയും ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വഴണ്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്കതും കടായിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് അതേ കടായിൽ തന്നെ ഒരല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതും പാനിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ടൊരു മിക്സി ജാറിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും മല്ലിയും ഉഴുന്നും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നരച്ചെടുക്കാം. പുളി ഞാൻ വീഡിയോയ്ക്കകത്ത് എടുക്കാൻ മറന്നുപോയി. അപ്പം പുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നരച്ചിട്ട് നമുക്ക് ആ പാവയ്ക്കയിലേക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു കടായി വെച്ച് അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയ തീയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ആന്ധ്ര സ്പെഷ്യൽ കാക്കരക്കായ ഉള്ളിക്കാരം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്